അല്ലാഹുവിനെ ഓർക്കുമ്പോൾ സമാധാനം അല്ലാഹു നൽകുന്നുണ്ട്. ഇത് അനുഭവിച്ചറിയേണ്ട വിഷയമല്ലയോ? അലി ഇബ്നുൽ മഅ്മൂൻ കൊട്ടാരത്തിന്റെ വരാന്തയിൽ നിന്ന് ടൈഗ്രീസിലേക്ക് നോക്കുകയാണ്. ഒരുപാട് ആളുകൾ തോണി കടന്ന് സൂഖിലേക്ക് നടന്നു വരുന്നുണ്ട്. കൂട്ടത്തിൽ ഒരാളെ ശ്രദ്ധിച്ചു. ആ മനുഷ്യനെ നാളുകളായി അലി ഇബ്നുൽ മഅ്മൂൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതോ ആളുകളുടെ ഭാരം ചുമന്ന് നടക്കുന്ന ഒരു ഹമ്മാലായ ഒരു മനുഷ്യൻ, ജനങ്ങളുടെ ചുമട് ചുമക്കുന്ന ഒരാൾ ടൈഗ്രീസ് നദിയിൽ തോണിയിൽ വരുന്ന ചാക്കുകൾ തോളിലെടുത്ത് അദ്ദേഹം സൂഖിലേക്ക് നടന്നു വരുന്നു. ആ സാധാരണക്കാരന്റെ മുഖത്തൊരു വെളിച്ചം കണ്ടു, നല്ലൊരു പ്രകാശം, എന്തെന്നില്ലാത്തൊരു പ്രഭ. ആ മനുഷ്യനെ ശരിക്കും മഹാനായ അലി ഇബ്നുൽ മഅ്മൂൻ ഇനി അദ്ദേഹം ജീവിതം മാറാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അയാളെ മഹാൻ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവിതം ഇനി മാറാൻ പോകുന്നു. ടൈഗ്രീസിന്റെ നദീതീരത്ത് നിന്ന് ചുമട് പിടിച്ച് ചുമടെടുത്ത് പ്രസന്നനായ മുഖവുമായി വരുന്ന ഒരു മധ്യവയസ്കനായ മനുഷ്യന്റെ മുഖത്തെ പ്രഭ കണ്ടപ്പോൾ അലി ഇബ്നുൽ മഅ്മൂൻ ചിന്തിച്ചു, എനിക്ക് ഈ സുഖലോലുപതയിൽ ലഭ്യമാവാത്തത് എന്തോ ഒരു നിധി ഈ മനുഷ്യന് ലഭിച്ചിട്ടുണ്ടല്ലോ. ദുഹാ നിസ്കാരത്തിന്റെ നേരമാകുമ്പോൾ അദ്ദേഹം ചാക്കുകൾ താഴെ വെച്ച് അദ്ദേഹം ദിജ്ലായിലേക്ക് ടൈഗ്രീസിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്ന് ഉളു എടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം മുസല്ല വിരിച്ച് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് റബ്ബുൽ അർളി വസ്സമാവാത്, ആകാശലോകങ്ങളുടെ രക്ഷിതാവിനോട് എന്തൊക്കെയോ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരു ഖുബ്സ് എടുത്ത് ഒരു ഖുബ്സ് വാങ്ങിക്കാനുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഉച്ചനേരം വരെ അദ്ദേഹം ആളുകളുടെ ചുമടുകൾ ചുമന്നു കൊണ്ടുപോകും. അങ്ങാടിയിൽ വരും, ദിജ്ലയിലേക്ക് ചെല്ലും, തിരിച്ചു വരും, തിരിച്ചു പോകും. ഉച്ചനേരം ശ്രദ്ധിച്ചു അലി ഇബ്നുൽ മഅ്മൂൻ. തിരക്കുകൾക്കിടയിൽ നടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് ഒരു മനുഷ്യനാണ് അലി ഇബ്നുൽ മഅ്മൂനിന്റെ ഹിദായത്തിന് കാരണമാകുന്നത്. 1 ദിർഹത്തിന് അദ്ദേഹം ഒരു റൊട്ടി വാങ്ങിക്കുന്നു. ആ റൊട്ടിയും കൊണ്ട് അദ്ദേഹം ദിജ്ലയിലേക്ക് നടന്നു പോകുന്നത് കാണുന്നു. ദിജ്ലായുടെ ടൈഗ്രീസിന്റെ കരയിൽ നിന്ന് ആ വെള്ളത്തിൽ റൊട്ടി മുക്കിയതിനെ മയപ്പെടുത്തി ദിജ്ലയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുകയും ഈ നനഞ്ഞ റൊട്ടി കടിച്ചു തിന്നുകയും ചെയ്ത് ഉച്ചഭക്ഷണം കഴിഞ്ഞ് അദ്ദേഹം ഒരൽപ്പം ഉറങ്ങുന്നു. നല്ല ഒരു ഉറക്കം. 1 മണിക്കൂർ നേരത്തെ ഉറക്കം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ജോലിക്ക് പോകുന്നു. ജോലി ചുമട് പിടിക്കലാണ്, ആളുകളുടെ ഭാരം ചുമക്കലാണ്. അധ്വാനമാണ്, അധ്വാനമാണ്, നോക്കുകൂലിയല്ല, പണിയെടുക്കാൻ. തോളിൽ ചാക്ക് വെച്ച് കെട്ടിയിട്ട് നടന്ന് അധ്വാനിക്കുകയാണ്. ആ അധ്വാനം കഴിഞ്ഞ് മഗ്രിബാകുമ്പോൾ ഒരു റൊട്ടിയും വാങ്ങിച്ചിട്ട് അദ്ദേഹം ദിജ്ലയും കടന്ന് അക്കരെ കടന്നു പോകുന്ന കാഴ്ച കണ്ടു അലി ഇബ്നുൽ മഅ്മൂൻ. നാളുകളായി ഇത് കാണാൻ തുടങ്ങിയിട്ട് ആ മനുഷ്യന്റെ ദിനചര്യ ഒരേപോലെ. അലി ഇബ്നുൽ മഅ്മൂന് കൗതുകമായി, ആ മനുഷ്യനെ ഒന്ന് കാണണം, ഒന്ന് പരിചയപ്പെടണം. അലി ഇബ്നുൽ മഅ്മൂൻ കൊട്ടാരത്തിലെ തന്റെ സൈന്യത്തിലെ ഒരുപാട് ആളുകളെ പറഞ്ഞയച്ചു. കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. ആ വരാന്തയിൽ നിന്ന് പിറ്റേന്ന് വന്ന ആ മനുഷ്യൻ ദിവസങ്ങളായി അയാൾ ഇദ്ദേഹത്തെ വാച്ച് ചെയ്യുകയാണ്. കാണിച്ചു കൊടുത്തു, കണ്ടോ അയാൾ, ആ മനുഷ്യനെ നിങ്ങൾ എന്റെ കൊട്ടാരത്തിലേക്കൊന്ന് കൊണ്ടുവരണം. അലി ഇബ്നുൽ മഅ്മൂനിന്റെ ഉത്തരവ് നടക്കുന്നു. ആളുകൾ ആ പാവപ്പെട്ട മനുഷ്യനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പക്കാരൻ അറിയില്ല, ആ മധ്യവയസ്കനായ സാധാരണക്കാരൻ അറിയില്ല. അലി ഇബ്നുൽ മഅ്മൂനിനെ കണ്ടിട്ടില്ല ജീവിതത്തിൽ. കേട്ടിട്ടുണ്ട് മഅ്മൂനിന് ഒരു മകനുണ്ട്, ആ മകനാണ് ഇനി അധികാരം ഏറ്റെടുക്കാൻ പോകുന്നത്. ആ മകനെ കണ്ടിട്ടില്ല ഒരു സാധാരണക്കാരൻ. കൊട്ടാരത്തിലേക്ക് എങ്ങനെ വരാനാണ്? ആ മനുഷ്യനെ ചെന്ന് വിളിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട്, നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, മാലി വലിജുനൂദി ബനിൽ അബ്ബാസ്, അബ്ബാസികളായ ഭരണാധികാരികൾക്കും എനിക്കും എന്ത് വേണം? ഞാനൊരു കൂലിപ്പണിക്കാരനായ സാധാരണക്കാരനല്ലേ? ഈ കൊട്ടാരത്തിലുള്ള ആളുകൾ എന്നെന്തിനു വിളിക്കണം? ഞാൻ എന്തിനു പോകണം? എന്നെ എന്തിനു വിളിക്കണം? അവര് പറഞ്ഞു, രാജാവ് നിങ്ങളെ വിളിക്കുന്നുണ്ട്, വരാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. കാരണം അന്ന് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഭരണാധികാരികളുണ്ട്. പടച്ചവനെ, എന്നെ ദ്രോഹിക്കാനാകുമോ ഇയാൾ കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് ഏതൊരു സാധാരണക്കാരന്റെയും മുഅ്മിനായ ഏതൊരാളിന്റെയും ഏറ്റവും വലിയ ആയുധം ഈ ദിക്റാണ്. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ.
നമ്മളോട് അന്യായം ചെയ്യുന്ന, ദുൽമ് ചെയ്യുന്ന ഏതൊരാൾക്കെതിരെയും ഹസ്ബുനല്ലാഹു അലൈഹി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ കുതന്ത്രങ്ങൾ തകർന്നടിയാൻ ഈ ദിക്റിന് സാധിക്കും. അത് അല്ലാഹുവിന്റെ വലിയൊരു ഫദ്ലാണ്. ഇത് സത്യവിശ്വാസികളുടെ ആയുധമാണ് ഈ ദിക്ർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നമ്മൾക്കെതിരെ ആരെല്ലാം എന്തെല്ലാം കുതന്ത്രങ്ങൾ മെനഞ്ഞാലും, ആരെല്ലാം ഏതെല്ലാം കുതന്ത്രങ്ങൾ നമുക്കെതിരെ പ്രയോഗിച്ചാലും ഹസ്ബുനല്ലാഹു കൊണ്ട് തടുക്കാൻ കഴിയും. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ചൊല്ലിയത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ ഈ ഉമ്മത്തിലെ സ്വഹാബികളുടെ കാലശേഷം താബിഈങ്ങളിൽ ഇബ്രാഹിം നബിയെ തീയിലെറിഞ്ഞ പോലെ തീയിലേക്ക് എറിയപ്പെട്ട് എന്നാൽ ഒരു രോമം പോലും കരിയാതെ ഇബ്രാഹിം നബി അല്ലാഹു കൂനി യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം എന്ന് ഇബ്രാഹിം നബിക്ക് വേണ്ടി തീയിനോട് തണുപ്പായി മാറാൻ പറഞ്ഞ പോലെ ഈ ഉമ്മത്തിൽപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് താബിഈയായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാനുഭാവനെ യമനിൽ നിന്ന് സൻആയിൽ വെച്ച് അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ തീയിലേക്ക് എറിഞ്ഞപ്പോഴും മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി പറഞ്ഞത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഒരു രോമത്തിന് പോറലേൽക്കാതെ ഒന്നുമേൽക്കാതെ അസ്വദുൽ അനസിയുടെ തീയിൽ നിന്ന് രക്ഷപ്പെട്ട താബിഈയായ പണ്ഡിതനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാനുഭാവൻ മദീനത്തെ പള്ളിയിൽ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫുഇല ബിഹി മാ ഫുഇല ബി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സംഭവിച്ചതുപോലെ ഈ ഉമ്മത്തിൽ സംഭവിക്കുകയും തീയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത അല്ലാഹുവിന്റെ അത്ഭുതം കാണാൻ ഈ ഉമ്മത്തിന് ഭാഗ്യം തന്ന അബൂ മുസ്ലിമുൽ ഖൗലാനിയെ നമുക്ക് തന്ന അല്ലാഹുവേ നിനക്ക് നന്ദി എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരും ചൊല്ലിയത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ആരാരുമില്ലാതെ മരുഭൂമിയിൽ ബനിൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ അസ്സുദ്ദീഖ ബിൻതുസ് സുദ്ദീഖ് ആയിഷത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹയെ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ മഹദിയായവർ ഒറ്റക്ക് മരുഭൂമിയിൽ അകപ്പെട്ടു പോയപ്പോ മാല തെരഞ്ഞു നോക്കുന്ന നേരം കൊണ്ട് യാത്രാസംഘം യാത്രയായപ്പോ ആ ഒറ്റക്ക് മരുഭൂമിയിൽ ഒറ്റക്കൊരു പാറക്കല്ലിൽ ഇരിക്കുമ്പോ മഹാനായ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു തആല അൻഹു സൈന്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് പെറുക്കിയെടുക്കാൻ നബി തങ്ങൾ നിയമിച്ച സ്വഹാബി സൈന്യത്തിന്റെ പിന്നാലെ വരുമ്പോ നേരം വെളുക്കാൻ നേരമാകുമ്പോ സുബ്ഹി വാങ്കിന്റെ നേരമാകുന്നതിന് മുമ്പ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒറ്റക്കിരിക്കുന്ന കാഴ്ച കണ്ടപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഒറ്റക്ക് മരുഭൂമിയിൽ അകപ്പെടുകയോ എന്ന് വേദനയോടെ ഇസ്തിർജാ ചൊല്ലി സഫ്വാൻ ഇബ്നു മുഅത്തിൽ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒട്ടകപ്പുറത്ത് കയറാൻ വേണ്ടി ഒട്ടകം താഴ്ത്തി കൊടുത്തു. അവരൊന്നും സംസാരിച്ചിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു അന്യ പുരുഷന്റെ കൂടെ മരുഭൂമിയിൽ നിന്ന് വഴി കാണാൻ വേണ്ടി ഒരു പുരുഷൻ എന്റെ ഒട്ടകത്തിന്റെ കയറ് പിടിക്കുകയും ഒട്ടകപ്പുറത്ത് ഞാൻ ഒറ്റക്ക് യാത്ര ചെയ്യുകയും ചെയ്യേണ്ട ആ അവസരം വന്നപ്പോൾ മാദാ ഖുൽതി യാ ഉമ്മാ, ഞങ്ങളുടെ ഉമ്മ നിങ്ങൾ എന്താണ് ചൊല്ലിയത് എന്ന് അസ്മാ ബീവിയുടെ മക്കൾ, ജ്യേഷ്ഠത്തിയുടെ മക്കൾ വന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചിട്ടുണ്ട്. മഹദി പറഞ്ഞു, ഞാൻ ചൊല്ലിയത് ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. എനിക്ക് അല്ലാഹു മതി, ആ അല്ലാഹുവിനെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആ ദിക്റിന്റെ ബലത്തിലാണ് സാധുവായ മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ യാത്ര മദീനയിലേക്ക്